പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സമയത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ദൈവം നമ്മുടെ മുൻപിൽ അനുഗ്രഹങ്ങളെ നൽകി തന്നാൽ അതിനെ തടുക്കുവാനോ അതിനെ നശിപ്പിച്ച് കളയുവാനോ ശത്രുവിന് അവകാശമില്ല. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴ് ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഗ്രഹിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വേദഭാഗം: ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിനുറവ് തരിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. മോശയുടെ മരണ സമയത്തോടനുബന്ധിച്ച് എല്ലാവരെയും വിളിച്ച് മോശ അനുഗ്രഹം കൊടുക്കുന്നൊരു വേദഭാഗങ്ങളാണ് 33-ാം അധ്യായം ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ പരമപ്രധാനമായ അധ്യായങ്ങളിലെ വളരെ ഗൗരവമായ ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. അതിപ്രകാരമാണ്: പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴ് ശാശ്വത ഭുജങ്ങൾ. നമ്മുടെ ആശ്രയം എവിടേക്കെയോ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലരെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പിടി വിട്ടു പോകുന്നത് പോലെയുള്ള ചില സന്ദർഭങ്ങൾ വരത്തില്ലേ? എന്താ ചെയ്യേണ്ടതെന്നും അറിയാത്ത ചില സന്ദർഭങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങളിൽ ദൈവം ഉറപ്പോടെ നമുക്ക് നൽകിത്തരുന്നൊരു വാക്യഭാഗമാണ്: പുരാതനനായ ദൈവം, സ്തോത്രം, ഇതാ നിന്റെ സങ്കേതമാണ്, നിനക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് മോശ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ പറയുകയാണ്. അത് അടുത്ത് തൊട്ടു മുന്നിലത്തെ വേദഭാഗത്തിലാണ് ഉറപ്പിൻ്റെ വേദഭാഗം കൊടുക്കുന്നത്. യേശുവിനെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞിട്ടടുത്ത് പറയാ: നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ മേഘാരൂഢനായി വരുന്നു. അതേ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, മനുഷ്യനെ സ്തോത്രം അരികിലേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മെ മാറ്റി നിർത്തിയേക്കാം, അവർ നമ്മെ പരിഹസിച്ചേക്കാം. എന്നാൽ മോശ പറയുകയാണ്: മനുഷ്യന്റെ മുഖത്തേക്കല്ല, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയോ. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അടുത്ത വാക്യത്തിലും പറയുകയാണ്: പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് മോശയോട് പറഞ്ഞിട്ടുണ്ട്: മോശേ, സ്തോത്രം, നീ ഫറവോന് ദൈവമായിരിക്കും. അതേ വാഗ്ദത്തം കേട്ട് മോശ വന്ന് ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ സ്തോത്രം കനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാൻ വളരെ പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ശേഷം സ്തോത്രം മോശയുടെ മരണം അടുത്തു നിൽക്കുമ്പോൾ അനുഗ്രഹം പറയുകയാണ്: ആശ്രയിക്കാൻ ഇനി മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകരുത്, ഇനി ആരും ഇല്ലെന്ന് കരുതരുത്. സ്തോത്രം അടിമത്തത്തിൽ അടിമച്ചങ്ങലയിൽ കുടുങ്ങിപ്പോകരുത്. ഒറ്റ കാര്യം ഓർക്കണം: പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമാണ്, നമുക്ക് ആശ്രയിക്കുവാൻ ഒരു സങ്കേത നഗരമുണ്ട് എന്ന് മോശ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പദം: ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മെ താങ്ങുവാൻ, എവിടെങ്കിലും നമ്മൾ വീണു പോകുന്നു എന്ന് കരുതുമ്പോൾ, എവിടെങ്കിലും നാം തളർന്നു പോകും, താഴെ പോകുമെന്ന് കരുതുന്ന ചില സന്ദർഭങ്ങൾ ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ ഉടനീളം വന്നേക്കാം. അങ്ങനെ ചില സന്ദർഭങ്ങൾ വന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നമ്മുടെ ദൈവം പുരാതനനായ ദൈവമാണ്. ആ ദൈവത്തിന് സ്തോത്രം നമ്മെ താങ്ങി നിർത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് താളടിയായി പോകുന്നത്? അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യമാണ് വായിച്ചിരിക്കുന്നത്: അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രൈസ് ഗോഡ്. ഇതൊരാശ്വാസമാണ് പ്രിയമുള്ളവരെ. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നാം പലവിധ വിഷയത്തിനകത്ത് വേദനപ്പെട്ട് പലവിധമായ ചിന്തയിലും വിചാരങ്ങൾക്കകത്തും
ഞാൻ താളടിയായി പോകുമോ, ഞാൻ തകർന്നു പോകുമോ, ഈ പരീക്ഷകൾക്കകത്ത്, ഈ പ്രശ്നങ്ങൾക്കകത്ത് ഇല്ലായ്മയായി പോകുമോ എന്ന് വേവലാതിയോടെ വേദനയോടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നമ്മെ താങ്ങുവാൻ ശാശ്വത ഭുജങ്ങളുള്ള ഒരു ദൈവമുണ്ട്. നമുക്ക് പുരാതനനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം അടുത്ത് തരുന്ന പ്രോമിസാണ്, അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജഡരക്തങ്ങളല്ല, വാഴ്ചകളും അധികാരങ്ങളുമായ ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന സാത്താന്യ തന്ത്രങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വിടുതൽ പകർന്ന് നമ്മെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, തളർന്നു പോകരുതേ. നാം മടുത്തു പോകാനുള്ളവരല്ല. ദൈവസന്നിധിയിൽ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പുരാതനനായൊരു ദൈവമുണ്ട്. ശത്രുക്കളെ നമ്മുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഭയപ്പെടണ്ട, ഇനി നമുക്കൊരു ശത്രുവില്ല. ശത്രുവിനെ കർത്താവ് നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.